കോഴിക്കോട് നിന്ന് കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റെന്ന് പരാതി. കട്ടിപ്പാറ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെ 60-ലേറെ കുട്ടികൾ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടി. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ഇപ്പോൾ വിശദാംശങ്ങളുമായി. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും ശ്യാംകുമാർ, എന്താണ് ഇവർ പറയുന്നത്? ഈ കുട്ടികളുടെ ആരോഗ്യനില എങ്ങനെയാണ് ശ്യാംകുമാർ? നിലവിൽ 98 പേർ, അതിൽ 50-ലധികം കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കട്ടിപ്പാറയിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിൽ നിന്നാണ് ഇവർ 2 ബസ്സുകളായി ഇന്ന് ടൂറിനെത്തിയത്. മറൈൻ ഡ്രൈവിൽ നിന്ന് മരിയ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന ഒരു ടൂർ കമ്പനി തയ്യാർ ചെയ്ത ബോട്ടിൽ കായൽ യാത്ര ചെയ്ത് അവർ നൽകിയ ഭക്ഷണം ചോറും മോരുമായിരുന്നു എന്ന് പറയുന്നു. ഭക്ഷണം കഴിച്ച ശേഷം ലുലുവിലെത്തിയ ശേഷമാണ് ഈ കുട്ടികൾക്ക് പിന്നീട് ബുദ്ധിമുട്ടുകളുണ്ടായത്. അതോടെയാണ് അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളടക്കം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ആ സ്കൂളിൻ്റെ ഒരു അധ്യാപകൻ, ചെയർമാനാണ്, അദ്ദേഹം നമ്മളുടെ കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായത്? ഞങ്ങൾ രാവിലെ 4 മണിക്കാണ് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി കട്ടിപ്പാറ പഞ്ചായത്തിലെ കാരുണ്യതീര സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളാണ്. കുട്ടികളും രക്ഷിതാക്കളായിട്ട് ഞങ്ങൾ ബോട്ട് യാത്രക്കായിരുന്നു വന്നത്. ഞങ്ങൾ ഏകദേശം 12:45 ഇവിടെ എത്തി. 1:30 ബോട്ടിൽ കയറി. 2 മണിക്ക് അവർ ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. സാധാ മീൽസ് ആയിരുന്നു തന്നത്, വെജിറ്റേറിയൻ. അതിൽ 4-5 ഐറ്റംസുകൾ ഉണ്ടായിരുന്നു. അത് ഭക്ഷണം കഴിച്ച് 3:30 ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ലുലു മാളിലേക്കാണ് പോയത്. മെട്രോ വഴിയും ലുലു മാളിൽ പോയി. ലുലു മാളിലെത്തി ഞങ്ങൾ 7:30 മണിക്ക് എല്ലാവരോടും സെക്കൻഡ് ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി പറഞ്ഞതായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചർ പ്രിൻസിപ്പാളെ വിളിച്ച് പറയുന്നുണ്ട്, ബൗക്ക് അങ്ങനെ ചെറിയ വിഷയങ്ങളുണ്ട്, പിന്നെ കുട്ടികളൊക്കെ ബാത്റൂമിൽ പോകുന്നുണ്ട്, ഫുഡിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം നമ്മൾ 3-5-6 ആളുകൾ, കാരണം പല ഭാഗങ്ങളിലാണ് ലുലു മാളിലുള്ളത്, ഞങ്ങൾ അറിയുന്നില്ല. കുട്ടികളുടെ ഇപ്പോഴത്തെ ഇപ്പോൾ ഏകദേശം ഒരു 50-ലധികം കുട്ടികളും രക്ഷിതാക്കളും ഇവിടെ ചികിത്സ തേടി. അതിൽ ഒരു 10ഓളം പേർക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ 2 ഇഞ്ചക്ഷൻ തന്നു. പിന്നെ അത് കഴിഞ്ഞ് ബാക്കിയുള്ളവർക്ക് കുറേ ആളുകൾ ടോക്കൺ എടുത്തും കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 7:30 മണിക്കാണ് ഞങ്ങൾ ലുലുമാളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് വല്ലാത്ത ബുദ്ധിമുട്ട് എല്ലാവർക്കും മനസ്സിലാകുന്നത്. പിന്നെ ഞങ്ങളൊരു ഹോട്ടലിലിരുന്ന് അവിടെ ബാത്റൂമിൽ ഇങ്ങനെ കയറി ഇറങ്ങുക. ബോട്ടുടമനെ വിളിച്ചപ്പോൾ അവർ ഹൈക്കോടതിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് നിങ്ങൾക്കുള്ള ഭക്ഷണം ഞങ്ങൾ ഏർപ്പാട് ചെയ്തത്, അവിടുന്ന് കൊണ്ടുവന്നതാണ്, ഒരു കാറ്ററിംഗുകാർ കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവരെ നമ്പർ ചോദിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ ഒരാൾ വിളിച്ചു, ഇതിൻ്റെ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാറക്കലാണുള്ളത്, 14 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് ഇവിടെ വരണം, ഇവിടെ കുട്ടികളൊക്കെ ബാത്റൂമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, വല്ലാത്ത ക്ഷീണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഹോട്ടലിലേക്ക് പോയത് കാരണം കുറേ ആൾ വാറ്റുന്ന് പോയത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു വിശക്കുന്നുണ്ടല്ലോ വെച്ച് ഭക്ഷണം കഴിച്ചോട്ടെ വിചാരിച്ച് പോയത്. അവിടെ എത്തിയപ്പോഴാണ് കുറേ ആൾ ഭക്ഷണം കഴിച്ചു, കുറേ ആൾ കഴിച്ചിട്ടില്ല. അങ്ങനെ തീരെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരു ബസ്സിനുള്ള ആളുകൾ പോകുന്നു, അങ്ങോട്ട് ആശുപത്രിയിൽ പോകുന്നു. പിന്നെ രണ്ടാമത്തെ ബസ്സും പോകുന്നു, കാരണം ബാത്റൂമിൽ പോകേണ്ടതുള്ളത് കൊണ്ട് ഒരു ബസ്സിൽ കുറേ ആളെ ആയിട്ട് പോകുന്നു. ഞങ്ങൾ രണ്ടാമത്തെ ബസ്സുമാണ്. പ്രത്യേക സവിശേഷതകളുള്ള കുട്ടികളാണല്ലോ, അപ്പോൾ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകളാണ്. ഡിസേബിൾഡ് കുട്ടികളാണ്. ഏകദേശം ഈ കുട്ടികൾ ഒരു 4 മണിയോട് കൂടിയിട്ട് തന്നെ ബാത്റൂമിൽ പോകുന്നുണ്ട്. കുട്ടികളും രക്ഷിതാക്കളൊക്കെ തന്നെ പോകുന്നുണ്ട്. ഡോക്ടർമാരെന്താ പറയുന്നത്? ഡോക്ടർമാരിപ്പോൾ അവർക്ക് ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ ഒരു ചെക്ക് ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞത്, നോക്കിയിട്ട്. ഉന്മേഷ, ഇപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ ഇവിടെ കാഷ്വാലിറ്റിയിൽ, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, കാഷ്വാലിറ്റിക്ക് അകത്ത് ഡോക്ടർമാർ കൂടുതൽ എത്തിയിട്ടുണ്ട്. അവർ ഈ കുട്ടികളെ പരിശോധിക്കുന്നുണ്ട്, ഡ്രിപ്പിട്ട് കിടത്തിയിട്ടുണ്ട്. ഈ സ്കൂളിൻ്റെ ചെയർമാൻ തന്നെ പറഞ്ഞ പോലെ 10-ലധികം കുട്ടികൾക്ക് ഡ്രിപ്പ് നൽകിയിട്ടുണ്ട്. പ്രത്യേക സവിശേഷതകളുള്ള കുട്ടികളാണ്, അതുകൊണ്ട് തന്നെ അവരുടെ പരിചരണത്തിലുൾപ്പെടെ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അവരുടെ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ മികച്ച ചികിത്സ തന്നെ ഇപ്പോൾ ഇവിടെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ നൽകുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സുഖം പ്രാപിക്കുമെന്നുള്ളതാണ് കരുതുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തുകയും കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കോഴിക്കോട് നിന്ന് എത്തിയ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഉൾപ്പെടെയാണ് ഈ ശാരീരിക ബുദ്ധിമുട്ട് ഭക്ഷണം കഴിച്ച ശേഷം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്, ഭക്ഷ്യവിഷബാധ എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ശ്യാംകുമാറാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.